ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരു എവർഗ്രീൻ ആയിട്ടുള്ള സോങ്ങുമായിട്ട് നമ്മുടെ അമ്പത്തൂരിന്റെ സ്വന്തം ടോപ്പ് സിംഗറിന്റെ സ്വന്തം സിംഗം എത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം റൈക്ക കുട്ടി ഓൺ സ്റ്റേജ്. ഇന്ന് ഡിഫറെന്റ് ആണല്ലോ സ്റ്റൈല്. അതെ അതെ അതെ, അതാ ഞാൻ ചോദിക്കുന്നത്. അതെ ഫ്ലവർ ഗേൾ മാതിരി തെറിയത് എന്തൊരു സ്റ്റൈലില്ല. സ്റ്റൈൽ സ്റ്റൈല് ഒരു ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് എന്തോ ഡിഫറെന്റ് ആയിട്ടുണ്ട് മുഖം കാണാൻ വേണ്ടി. അത് இன்னைக்கு நான் താഴെ കൺമയ എഴുതലേ. அதனாலயா அதனால இந்த மாதிரி பெரிய വ്യത്യാസമാ. ഡിഫറൻസ് വരുമാ. ഉണ്ണി വെച്ച പോലെ പോണ്ടത് ആള് മാറി പോവൂലേ അതുപോലെ. ഐബ്രോസ് ഏതാவது பண்ணிருக்கா? ഐബ്രോസ് എഴുതിയിരിക്കാൻ. പിന്നെ താഴെ കൺമയ എഴുതിയിട്ടില്ലേ, പിന്നെ ചിന്ന പോട്ട് വെച്ചിരിക്കാൻ. അത്ര தெரியுறதே அழகா இருக்கு. ஆமா அழகா இருக்கு. തമിഴില് അത്ര താൻ சொல்லுமா? அவ்வளவுதான் അത്ര തന്നെ. அவ்வளவுதான் അത്ര തന്നെ. അപ്പൊ ഇപ്പൊ മലയാളം കൂടെ വന്നു എന്റെ കൂടെ. അല്ല, ഞാൻ കേട്ടിട്ടില്ല അത്ര താൻ എന്ന് പറയുന്നത്. இவங்க பாலக்காட்டுக்குமே പാലക്കാട് சொல்லுமா അത് മാതിരി? അപ്പ சொல்லலாம் அப்பா അത്ര താൻ. അപ്പൊ ഒരു തടവ് சொன்னா 100 തടവ് சொன்ன மாதிரி. അപ്പൊ അത് എടുത്തേ. തമിഴ് വരാണ്ട് അറിയുന്ന തമിഴൊക്കെ അല്ല செந்தமிழ் தான் பேச முடியும். என்ன பாட்டு பாட போற? മഞ്ഞണി കൊമ്പിൽ. மண்ணனி கொம்பில். வெரி பியூட்டிஃபுல் சாங். I like this song very much. എന്നോട് പാട്ടിക്ക് இந்த பாட்டும் சினிமாவும் ரொம்ப 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 பிடிக்குமா? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. லாலேட்டன் எல்லாம் முதல்ல பெரிய ஆளா அதுக்கப்புறம் வில்லனா வந்துச்சு ആക്ടർ ശങ്കറിലെ അവരുടെ ഫസ്റ്റ് മലയാളം മൂവി. ഓരോ കാലഘട്ടത്തിലും ഓരോ സിനിമ വന്നിട്ട് സിനിമയെ തന്നെ മാറ്റും. അങ്ങനെ ആ കാലത്ത് സിനിമയെ മാറ്റിയ സിനിമയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ളത്. ഫാസിൽ സാറാണ് എന്റെ ഡയറക്ടർ, ഗ്രേറ്റ് ഡയറക്ടർ. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ലാലേട്ടന്റെ സിനിമ ശങ്കരേട്ടൻ പൂർണിമ ജയറാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ കോംബോ ആണ് ഇത് പാട്ടുണ്ടാക്കിയിരിക്കുന്നത്. ബിച്ചു സാർ ലിറിക്സ്, അതുപോലെ ജെറി മാഷിന്റെ ഡെബ്യൂ അല്ലേ? എനിക്ക് തോന്നുന്നു ഡെബ്യൂ ആണ് തോന്നുന്നു. പെർഹാപ്സ് അദ്ദേഹത്തിന് എത്ര പാട്ടുകൾ നമ്മൾ വീണ്ടും 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 നമ്മൾ കേൾക്കുമ്പോഴും നമുക്ക് ഈ പാട്ട് ഇന്നും എപ്പോഴും എവർഗ്രീൻ ആയിട്ട് ഗോൾഡൻ ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പൊ ജെറി അമൽ ദേവ് സാറ് ഇന്ന് നമുക്ക് ഉള്ളതില് അദ്ദേഹം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആണ്. ഒരു ലിവിങ് ലെജൻഡ് എന്ന് പറയാവുന്ന ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഒരു വലിയൊരു നമസ്കാരം, അദ്ദേഹത്തിന്റെ പാദത്തിലാണ് നമസ്കരിക്കുക. തീർച്ചയായിട്ടും ഗുരുതുല്യനായതുകൊണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ജെറി സാറിനെ ഓർക്കുന്നു. സോ ദിസ് ഇസ് എ വെരി നോബിൾ ബ്യൂട്ടിഫുൾ സെലക്ഷൻ ഓഫ് സോങ്. അപ്പൊ നന്നായിട്ട് പാടട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. All the best. താങ്ക് യു. തുണയെ വിടേ
നൈസ് നൈസ് മോളെ നൈസ്. ரைக்கக்குட்டி எனக்கு சில இடங்களெல்லாம் ரொம்ப பிடிச்சிருக்கு. താങ്ക് യു. എസ്പെഷ്യലി ചൊടിയിണകളിൽ അമൃതമുടവനതു വഴി വന്നു ഒരു ചെറു കുളിരല ഇളകി നിന്നോമൽ കരളിൽ. ആ ഭാഗം താങ്ക് യു. அந்த இடம் அப்புறம் அதே இடம் சரணத்திலும் ரொம்ப பிடிச்சிருக்கு. താങ്ക് യു. அப்புறம் சில இடத்துல எல்லாம் கொஞ்சம் கூட பெர்ஃபெக்ட் ஆனோன்னு எனக்கு தோணுது. எஸ்பெஷலி தானிருந்தலிஞ்சு ஆடிடுന്ന ஒரு சுமங்கலி குருவி அது ஒரிடத்துலயும் கரெக்டா வரல. அது உங்களுக்கே தெரியும் நினைக்கிறேன் இல்லையா? உங்களோட முகமே கொஞ்சம் மாறி எடுத்து அந்த இடத்துல எல்லாம் அந்த இடங்களிலெல்லாம் அப்படியே மூஞ்சியே மாறிடுச்சு. ஓகே. அப்புறம் கண்ணும் கடக்கண்ணும் கதை கைமாறும் நேரம் அது வந்து அந்த நேரம் அது கொஞ்சம் மைக்கை லிஃப்ட் பண்ணா கொஞ்சம் நோஸ் கிட்ட வந்தா அந்த அது கிடைக்கும். அந்த வெளியே கேட்க முடியும். நேரம் அது நேரம் நேரம் அப்போ அப்படி கொஞ்சம் பாடுங்க. கண்ணும் கடக்கண்ணும் கதை கைமாறும் நேரம். நேரம் பாடும்போது கொஞ்சம் மேலே தூக்கணும், நோஸ் கிட்ட வரணும் மைக்கு. ஓகே, அப்போ கொஞ்சம் கூட கிளாரிட்டி கிடைக்கும். அப்போ இதெல்லாம் தான். அப்புறம் அந்த அதை தான் இருந்தாலும் ஆடிடுன்னு வரும், அதுதான் கொஞ்சம் மேஜர் ப்ராப்ளம். அப்புறம் பல இடத்துல கொஞ்சம் ஸ்ருதி கொஞ்சம் பர்ஃபெக்டா வேணும்னு எனக்கு தோணிடுச்சு. ஓகே, கொஞ்சம் கவனிச்சிருங்க. நம்ம வந்து கிராண்ட் ஃபினாலேக்கு கிட்ட போயிட்டு இருக்கு, அதனால கொஞ்சம் கவனமா இருக்கணும், கொஞ்சம் நல்லா ப்ராக்டிஸ் பண்ணணும், ஃபோக்கஸ் வேணும், டெடிகேஷன் வேணும். ஆல் தி பெஸ்ட். Thank you. இந்த சாங்ல வந்து ஒரு வசந்தம் ஸ்ப்ரிங்னு சொல்றதுல அந்த காலத்துல மொத்தமா பூக்கள் எங்கேயும் பூக்கள் மட்டும்தான் இருக்கும் இல்ல, அந்த ஒரு வேர்ல்டு இது. ஈச் നോട്ട് வந்து ഒരു പൂ മാതിരി. ചില പൂക്കളെ നമ്മൾ കൂടുതൽ തൊടുകയാണെങ്കിൽ അത് കൊഴിഞ്ഞു പോകും. തൊട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പൂക്കളെ ഭയങ്കരമായിട്ട് ലാളിക്കുകയാണെങ്കിൽ ആ പൂക്കൾ ഇങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കും അല്ലെ, അത് കാണാൻ നല്ല മണവും കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മഞ്ഞണിക്കൊമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടാൻ പറ്റും ഈ പാട്ടിൽ. അപ്പൊ അങ്ങനെ ഒരു ഊഞ്ഞാലാട്ടമാണ് ശരിക്കും ഈ പാട്ടിൽ വേണ്ടത്. അപ്പൊ റൈക്കക്കുട്ടി ചില സ്ഥലങ്ങളിലൊക്കെ നല്ല വോയിസ് സുന്ദരമായിട്ട് വന്നു. ടെക്സ്ചർ വെരി നൈസ്. എനിക്ക് ഒരു കൺസേൺ ഉള്ളതെന്ന് വെച്ചാൽ ഈ സംഗതികളൊക്കെ കുറച്ച് കർണാട്ടിക് ടിഞ്ച് വരുന്നുണ്ട് ഈ പാട്ടിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും. അത് ബേസിക്കലി നമ്മളൊക്കെ കർണാട്ടിക് മ്യൂസിക് എന്ന് വരുന്നത് കൊണ്ട് ആക്ച്വലി നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം, പക്ഷെ നമ്മളത് കോൺഷ്യസ് ആയിരിക്കണം. അങ്ങനെ ഒരു കോൺഷ്യസ് എഫേർട്ട് വരാൻ പാടില്ല. ഞാൻ പറഞ്ഞു ലൈറ്റാ പോടണം. അതാണ് പറഞ്ഞത്, തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടേ വരുള്ളൂ. ഇല്ലേ അതില് അങ്ങനെയുള്ള ഡൈനാമിക്സ് വരണം. അതുവഴി ഒരു ചെറു കുളിരലയില ഇങ്ങനെ പാട ഇല്ലേ, ആ ഡൈനാമിക്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലോട്ട് വരുമ്പോ ഭയങ്കര ബ്യൂട്ടിയാ. അതുപോലെ ഈ ഡൈനാമിക്സ് വർക്ക്ഔട്ട് ചെയ്താലാണ് ആ പൂക്കളുടെ മണം കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് പാടാൻ ശ്രമിക്കാമോ? நீங்க அப்படியே ஜானகி அம்மா எப்படி பாடியிருக்கோ அந்த மாதிரி அப்படியே கொண்டு வரணும். அது போட்டோ ஸ்டாட் எடுத்த மாதிரி பாடணும். ஃபீலிங்ஸ் அந்த எக்ஸ்பிரஷனோட இதுல குவீன் அவரு ஜானகி அம்மா. நேத்து நான் அவர்கிட்ட பேசினேன் போன்ல. ஆமா, மைசூருக்கு வர சொல்லியிருக்கா என்கிட்ட. எனக்கு ரொம்ப பிடிச்ச சிங்கர் யாருன்னு கேட்டா ஜானகி அம்மா தான் முதல்ல சொல்வேன்.
നമ്മൾ ഹമീർ കല്യാണി പാടുന്ന പോലെ അല്ല ഈ പാട്ട്. ശരിക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഹമീർ കല്യാണി പോലും ഉണ്ടാവില്ല. അപ്പൊ മാവേലി കാവിൽ എന്നുള്ള സംഗതിയൊക്കെ നമ്മളത് കൂടുതൽ കർണാട്ടിക് ചുവ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണേ. ഇനിയുള്ള പാട്ടുകളിലൊക്കെ ആ ഗരിമ എന്ന് പറയും നമ്മുടെ മലയാളത്തില്. എന്താണ് ഗരിമയ്ക്ക് തമിഴ് എന്ത് സ്വല്ല? ഗരിമനം മലയാളത്തിൽ തന്നെ അർത്ഥം ചൊല്ലുക. ഗരിമ എന്ന് പറഞ്ഞാൽ ഒരു ഈ കർണാട്ടിക് മ്യൂസിക്കിന്റെ ഒരു ആഢ്യത്വം നമ്മളതിൽ ഇംപ്രസ് ചെയ്യണ്ടെന്ന് തോന്നുന്നു. അത് ഈ പാട്ടിൽ മാത്രമല്ല മറ്റുള്ള പാട്ടുകളിലും റൈക്ക പാടുമ്പോൾ വരാറുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ஓகே, நிறைய இடங்கள்ல அழகா பாடியிருக்காங்க. ஓகே, பியூட்டிஃபுல்லா வந்திருக்காங்க. கொஞ்சம் இடங்கள்ல அந்த ஸ்ருதி கொஞ்சம் ഫ്ലാറ്റ് ആകുന്നത്. ഓക്കെ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ആ താനിരുന്നലിഞ്ഞാടിടുന്നൊരു അതിന്റെ ആ ഒരു സംഗതി, അത് ഒരു സ്ഥലത്തും അത് പ്രോപ്പറായി വന്നില്ല. അത് പാടുമ്പോഴാണെങ്കിൽ റൈക്കക്കുട്ടിയുടെ മുഖം മാറും ചെയ്യുന്നു. അയ്യോ ഇത് കിട്ടില്ലേ, ഇത് കിട്ടാൻ പോവോ, അങ്ങനെ മുഖം ആവുമ്പോ തന്നെ അത് സ്ലിപ്പായി പോകണം. മൈക്ക് പ്ലേസ്മെന്റ്, ഈ പോലത്തെ കൈമാറും നേരം, നേരത്തെ മധുവങ്കിൾ പറഞ്ഞില്ലേ, കൈമാറും നേരം എന്ന് വരുമ്പോൾ നേസൽ വോയിസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ തന്നെ മൈക്ക് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കണം. അത് രണ്ടാമത്തെ കാര്യം. താനിരുന്നലിഞ്ഞാടിടുന്നൊരു அந்த லைன் பாடுறதுக்கு என்ன அவ்வளவு பிரச்சனை? அது எனக்கு கரெக்டா தான் வந்துட்டு இருந்தது. அது நான் நிறைய பாடி அவ்வளோ கன்ஃபியூஷன் இல்லையா? அந்த ഈസി തന്നെ, അത് ഈസി തന്നെ. நானே താനിരുന്നലിഞ്ഞാടിടുന്നൊരു അவ்வளவுதானே പാടുங்க. അത് ഞാൻ അങ്ങ് സ്ലിപ്പാകുത്. താനിരുന്നലിഞ്ഞാടിടുന്നൊരു അவ்வளவுதான். அது அந்த சங்கதி வந்து ரொம்ப ஹெவியா போடுறது. ஆமா, அதான் நான் சொல்றது. அதான் வேண்டாம். സിമ്പിൾ ஒரு டச் கொடுத்தா போதும். எஸ், அப்ப அதோட டைனாமிக்ஸ் கொஞ்சம் ஒர்க் பண்ணணும். என்னென்ன புரிஞ்சிருக்கேன்னு இன்னைக்கு டைனாமிக்ஸ், மைக் பிளேஸ்மெண்ட், സംഗതിയോട് വെയിറ്റ്, அதுக்கப்புறம் ശ്രുതി. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം കലക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആർക്കറിയാം റൈക്കക്കുട്ടാ? യെസ്, റൈക്കോട്ടി. So you're going to be awarded 96.5 out of 100 today. Thank you. ഈ മാർക്ക് പോരാ, നമുക്ക് നെക്സ്റ്റ് ടൈം നമ്മൾ ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങണം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. എം ജെ അങ്കിൾ, നമുക്കൊരു എവർഗ്രീൻ ആയിട്ടുള്ള പാട്ട് കേട്ടാലോ? നമുക്കൊരു റോസാപ്പൂ വേണം. റോസാപ്പൂന് ഞാൻ കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കായിരുന്നു, അപ്പോഴാ എം ജെ അങ്കിൾ വേണം എന്ന് പറഞ്ഞത്. അതെ, വേണ്ട ആര്യ ചേച്ചിക്ക്? എനിക്ക് വേണം, എനിക്ക് കാണണം. റോസ് കിട്ടിയാൽ നല്ലായിരുന്നു. ഒരു റോസ് പ്രവീണായ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ബ്ലൂ റോസ്. ആഹാ, വിളിച്ചോളൂ. ഇത് അതല്ല, ഇത് എസ്തർ റോസ്. അതെ, എസ്തർ റോസ് പ്രവീൺ ഓൺ സ്റ്റേജ്. മഞ്ഞപ്പച്ച റോസപ്പൂ ആണല്ലോ. അതെ, മഞ്ഞ റോസ. ഹായ് റോസ്. ഈ റോസാ ചെടിയിൽ ഒരുപാട് മുള്ളുണ്ടല്ലേ? എസ്തർ കൊടിക്ക് അങ്ങനെ മുള്ള കൊണ്ടിട്ടുണ്ടോ കയ്യില്? കൊറേ കണ്ടിട്ടുണ്ട്. ആണോ? പക്ഷെ ആ ചെടിയില് മുള്ളുണ്ടെങ്കിലും ആ റോസ എന്തൊരു മണമാണ് അല്ലേ? എനിക്ക് ചെടിയെന്ന് മാത്രമല്ല മുള്ളു കിട്ടിയേക്കണേ, ചിലപ്പോ എല്ലായിടത്തും ബൊക്കെ കിട്ടില്ലേ. സന്തോഷത്തോട് പിന്നെ ചോര കയ്യിലും ചോരയായിരിക്കും. അടുത്ത ദിവസം മധുവിന് വേണ്ടിട്ട് ഒരു ബൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഞാൻ. അപ്പോ റോസ് കൊടി, വാട്ട് ആർ യു അപ് ടു ടുഡേ? കാറ്റും പോയി, മഴക്കാറും പോയി, അതാണോ കർക്കിടകം പുറകെ പോയി, എല്ലാം പോയി. ഇല്ലേ എസ്തർ ബേബി? അതല്ലേ പാട്ട്? അതെ, അത്രയൊക്കെ സംഭവിച്ചു. എല്ലാം സംഭവിച്ചു, എല്ലാരും പോയി. സോങ് ഒരു കാലഘട്ടത്തിന്റെ അല്ലെ, 1970 എങ്ങാനുള്ള പാട്ടല്ലേ? 1970. ഓഫ് കോഴ്സ്, വയലാർ, ദേവരാജൻ മാസ്റ്റർ, മാധുര്യമ്മ, വാഴവേ മായം. അന്നത്തെ വലിയൊരു ഹിറ്റ് സിനിമയായിരുന്നു വാഴവേ മായം എന്നുള്ളത്. 1970. ഇനിയൊന്നുമില്ലല്ലോ. ഇല്ല, പാടിക്കോ. നല്ല ഉടുപ്പട്ട, നല്ല ഉടുപ്പ്, ക്യൂട്ട് ഉടുപ്പ്, ക്യൂട്ട് ഉടുപ്പ്. സിമ്പിൾ ആണ് പക്ഷെ ബ്യൂട്ടിഫുൾ. യെസ്, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെരി നൈസ്, വെരി സൂപ്പർ സൂപ്പർ സൂപ്പർ. എസ്തറുട്ടാ എന്തോ ഇപ്പൊ ശ്വാസം വേണം. കഴിഞ്ഞ ശിശിരകാല മേഘമിഥുന രതിപരാഗമോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറഞ്ഞു നമ്മൾ മൂന്നുപേരും കുറച്ച് സങ്കടപ്പെട്ടു കേട്ടോ. യെസ്. എസ്തറൂട്ടൻ ഇങ്ങനെയല്ലോ പാടേണ്ടത്. എസ്തറൂട്ടൻ ഇതിനേക്കാൾ എത്രയോ നന്നായിട്ട് പാടാൻ പറ്റും. അതിന്റെ 20% പോലും ഇന്ന് വന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതെ. പക്ഷെ ഇന്ന് യു ആർ ബാക്ക്. യെസ്, യു ആർ ബാക്ക് വിത്ത് എ ബാങ്. കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും വാവാ. എന്നാലും ഒരു ചെറിയ നേർത്ത സങ്കടമുണ്ട്. എന്താ ഇതിങ്ങനെ പുഷ്പക വിമാനം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോഴാണ് പൊന്നമ്പലത്തിൽ ഒന്ന് സ്ലിപ്പ് ചെയ്തത്. ഉം. പുഷ്പം കുറച്ച് സ്ലിപ്പ് ചെയ്തത്. അമ്പലത്തിന്റെ അത്രയും പുഷ്പം സ്ലിപ്പായില്ല. പക്ഷെ എന്നാലും Slip ചെറിയത് വന്നുപോയി. അതെ. പൊന്നമ്പലം. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അത്. അത് വേണ്ട. നീ ഏൻ இந்த மாதிரி இப்படி எல்லாம் பண்ற? എനിക്ക് ഇഷ്ടമല്ല അത്. ഉഷാദീദി ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ? പക്ഷെ അങ്ങനെ സംഭവിക്കും. നമ്മൾ ചില സമയത്ത് നമുക്ക് സംഭവിക്കും. നമ്മള് പക്ഷെ ഒരു ചെറിയ മൈന്യൂട്ട് ആണെങ്കിലും അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അപ്പൊ ആ മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലെ നമ്മൾ വരാത്ത രീതിയിൽ നമ്മൾ പെർഫെക്ഷനെ അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ദൃഢനിശ്ചയം എടുക്കണം കേട്ടോ. അത് വേണം, അത് തീർച്ചയായിട്ടും വേണം. അതാണ് എസ്തർ കുട്ടന് ദ വേ ഗോയിങ് ഫോർവേഡ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ഫസ്റ്റ് പല്ലവി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഈ പാട്ടിന് വേണ്ടിയിട്ടാണോ ഈ ശബ്ദം ഉണ്ടാക്കിയതെന്ന് പോലും നമുക്ക് തോന്നുന്നു. സംശയം വരും. ശരിക്കും ശരിക്കും. മാത്രമല്ല കുറെ നാളിന് ശേഷമാണ് ഇത്രയും കറക്റ്റ് ഒരു സെലക്ഷൻ, കറക്റ്റ് ഒരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് സെലക്ഷനെ പറ്റിയല്ലേ. ഇത് കൃത്യമാണ് കേട്ടോ. ഇങ്ങനത്തെ കൃത്യം സെലക്ഷൻ വന്നാൽ അവിടെ എത്തുന്നതാണ്. ആരുടെ സെലക്ഷന്? എന്റെ അമ്മേന്റെ. ആണോ? അറിഞ്ഞിട്ടും കൂടിയില്ല അത്. ഇതാരും എവിടെയും ഡിസ്കസ് ചെയ്തതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ പാട്ടിന് വേറെ ചില ബ്യൂട്ടി ഉണ്ട്. എന്താ വെച്ചാ ഇത് പല്ലവി പറയുന്നല്ലേ, അതെന്താ വെച്ചാ കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും വാവാ. നമ്മുടെ മലയാള മാസങ്ങൾ അറിയാമോ? മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം അല്ലെ? ഈ 12 മാസം. അതിൽ ഈ മേടമാസത്തിന്റെ പ്രത്യേകത നമ്മൾ വിഷുക്കാലൊക്കെ അപ്പോഴാണ് നല്ല കാറ്റുള്ളത്. അതാണ് കാറ്റിനെ പറ്റി പറയുന്നത് ആദ്യത്തെ. അപ്പൊ മേടമാസത്തെ കാറ്റ്, ആ മേടം കഴിഞ്ഞു അല്ലെ? അപ്പൊ മേടത്തിന്റെ കാറ്റ് പോയി. അടുത്ത എന്താണ്? ഇടവമാണ്. ഇപ്പൊ ഈ മാസമാണ് പാതിയിലും മഴയല്ലേ. അപ്പൊ അതും കഴിഞ്ഞു, ഇടവവും കഴിഞ്ഞു. അപ്പൊ ആ മഴയും പോയി. അത് കഴിഞ്ഞാൽ എന്താണ് വരണേ? കർക്കിടകമാണ് വരണേ. അപ്പൊ കർക്കിടകം എന്ന് പറയുന്നത് ശരിക്കും ജൂലൈ 15 തീയതി തൊട്ട് ഓഗസ്റ്റ് 15 തീയതി വരെയുള്ള സമയത്ത് വരും. അതിനു മുമ്പ് മിഥുന മാസം. അതിനു മുമ്പേ മിഥുന മാസമുണ്ട്. ഇവിടെ മിഥുനത്തിനെ പറ്റി അവിടെയാണ് എന്റെ പിറന്നാൾ വരുന്നത്. അപ്പൊ പിറന്നാളിന് കാരണം അതുകൊണ്ടാണ് അതിനെ പറ്റി ഇവിടെ പറയാൻ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ മേടം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇടവം കഴിഞ്ഞു, മഴക്കാറും പോയി, അത് കഴിഞ്ഞിട്ട് കർക്കിടകം പിറകെ പോയി. കർക്കിടകം അത് കഴിഞ്ഞിട്ട് പോയി. കർക്കിടകത്തിന് ഇവിടെ ഒരു പഞ്ഞമാസമായിട്ട് എടുക്കും. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ആടി അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ 2 രീതിയിലാണ് ഈ മാസത്തിനെ കാണുന്നത്. ആ രീതിയിൽ. അപ്പൊ അത് കഴിഞ്ഞാൽ എന്താണ് വരാൻ പോണത്? ഓഗസ്റ്റ് 15 തൊട്ട് സെപ്റ്റംബർ 15 വരെയുള്ള സമയത്ത് എന്തായിരിക്കും? ആവണി മാസം വരവായി, അതായത് ചിങ്ങമാസം വരവായി, പൂക്കളെല്ലാം ഓണം വരവായി. അതാണ് കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും വാ വാ വാ. അപ്പൊ ചിങ്ങമാസം വരവായി എന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര ബ്യൂട്ടി ഉണ്ട് ഈ പാട്ടിന്. അത് എസ്തർ കുട്ടന്റെ വോയിസിൽ ഇന്ന് അത് കൃത്യമായിട്ട് കിട്ടി. അപ്പൊ ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലാകാതെ ആണെങ്കിലും ആ മ്യൂസിക്കാലിറ്റിയിൽ നമ്മൾ പാടിക്കഴിഞ്ഞാൽ പോലും അവിടെ എത്തിക്കാൻ പറ്റുന്നുള്ളതാണ്. അത് ദാറ്റ് ഷോസ് ദാറ്റ് യു ആർ സോ ടാലന്റഡ് ആൻഡ് യുവർ വോയിസ് ഈസ് ഇൻക്രെഡിബിളി ഗുഡ് ഫോർ ദിസ് സോങ്. അതിനെപ്പറ്റി സംശയമില്ല. അപ്പോൾ ഈ 2 ഞാൻ ഒന്നുകൂടെ പാടിപ്പിക്കുന്നില്ല. ആ 2 സ്ലിപ്സ് അല്ലെങ്കിൽ ഈ പാട്ട് വാസ് നിയർ പെർഫെക്റ്റ്. എസ്തർ കുട്ട എന്തോ അടിപൊളിയായിരുന്നു, അടിപൊളി, ഉഗ്രനായിട്ട് പാടി. ഒരു വളരെ ചെറിയൊരു പ്രശ്നം കൊണ്ട് മാത്രം ആണ് ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത്. പക്ഷെ
നിയർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞില്ലേ, അത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് Yes. കേട്ടോ. ഒരു പൊന്നമ്പലം ആദ്യത്തെ തവണ അല്ലേ, പൊന്നമ്പലം. പൊന്നമ്പലവും പുഷ്പം കൊണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ശരിയാക്കിയത്. രണ്ടാമത്തെ പ്രാവശ്യം ഓക്കെ, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ അത് അവിടെ മാത്രം എന്തോ ദൃഷ്ടിദോഷത്തിന്റെ കണ്ണുകറ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആയത് കേട്ടോ. വളരെ മനോഹരമായിട്ട് പാടി. അതുപോലെ തന്നെ വോയിസിനെ പറ്റി പ്രത്യേകം പറയണം. ഉഗ്രം വോയിസ്. ഞാൻ പറയായിരുന്നു സുശീലാമ്മയുടെ വോയിസിലേക്കുള്ള ഒരു ടിഞ്ചൻ എന്ന് പറയും. ആ ഒരു സ്ട്രക്ചർ ഉണ്ട് വോയിസിന്. ക്രിസ്റ്റൽ ക്ലിയർ വോയിസ്. എസ്തർ കുട്ടിയുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്, കയ്യൊപ്പുള്ള. അതെ അതെ. പിന്നെ ഈസി സിംഗിങ് ആണ്, ഈസി ആയിട്ടാണ് പാടുന്നത്. സ്ട്രെയിൻ തോന്നിപ്പിക്കുന്നില്ല എസ്തർ കുട്ടി പാടുമ്പോൾ. ഇതൊക്കെയാണ് എസ്തർ കുട്ടിയുടെ പ്രത്യേകതകൾ. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പാടിയത് വളരെ നന്നായിരുന്നു. വി ആർ സോ ഹാപ്പി. ബട്ട് പൊന്നമ്പലം അതാണ് ഞങ്ങളെ തളർത്തിക്കളത്. യെസ് എസ്തർ കുട്ടി എന്തോ പറഞ്ഞത് കറക്റ്റാ. വി ആർ സോ ഹാപ്പി ടുഡേ. കുറേ നാള് കഴിഞ്ഞിട്ട് എസ്തറിന്റെ ഒരു കിടിലൻ പെർഫോമൻസ്, ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് കണ്ടതിന്റെ ഒത്തിരി 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 സന്തോഷമുണ്ട്. കേട്ടോ, അതും നല്ല ക്ലാരിറ്റി, വോക്കൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഈ പാട്ടിന് പറ്റിയ ശബ്ദം, അത് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പാട്ടിങ്ങനെ ഒഴുകി വരികയാണ്. അതിന്റെ ഒരു ഭംഗി, ഒരു പ്രത്യേക ഒരു രസമായിരുന്നു ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. നല്ല ഉന്മേഷം, നല്ല കോൺഫിഡൻസ് ഒക്കെ കൂടെ ആയപ്പോഴത്തേക്കും ഇന്നത്തെ പെർഫോമൻസ് ഇസ് വൺ ഓഫ് യുവർ ബെസ്റ്റ്, ടോപ്പ് നോച്ച്. ആകെ ഒരു കുഞ്ഞു സജഷൻ, എസ്തർ ബേബി ശ്രദ്ധിക്കേണ്ടത് മൈക്ക് വല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, അത് ചരണത്തിന്റെ പകുതി വരെ മൂക്കിന്റെ അവിടെ ആണെങ്കിൽ പെട്ടെന്ന് വായുടെ അടുത്തേക്കോട്ടേക്ക് മൈക്ക് വന്നു. അപ്പൊ അങ്ങനെ ആ കൈ ഒന്ന് മാറിപ്പോവാതെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മൈക്ക് പോലെ എന്തെങ്കിലും സാധനം പിടിച്ചൊരു ഡമ്മി മൈക്ക് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അത് ചെയ്യില്ലേ? അതും കൂടെ ചെയ്താൽ സൂപ്പറോ സൂപ്പർ. വീട്ടില് ഇല്ല. വീട്ടിലുണ്ട്. എവിടെയായാലും പിടിച്ച് മൈക്ക് പിടിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ ഓൾ ദി ബെസ്റ്റ് എസ്തർ ബേബി. മിടുക്കി കേട്ടോ, മിടുക്കി. എസ്തറോടാ, നമുക്ക് മാർക്കിന്റെ ബ്ലോക്സ് എടുത്ത് വെക്കാം. ഒരു 45, ഒരു 45, പിന്നെ ഒരു 45, പിന്നെ ഒരു 45, ഒരു 4.5, ഒരു 4.5, പിന്നെ ഒരു 4.5, പിന്നെ ഒരു 4.5, ഒരു തരം, 2 തരം, 2 തരം, 3 തരം. എത്ര കിട്ടി? 99. ഇനി എത്ര കൂട്ടണം? 0.5 കൂടി കൂട്ടിയേക്കാം. ഓക്കെ, 99.5, 3 തരം. എത്ര കുട്ടി ഇപ്പൊ ഈ മാർക്ക് ആർക്കും കിട്ടാറില്ലടാ. സത്യം ഭയങ്കര ടൈറ്റ് ആയപ്പോ മാർക്ക്. ഈ മാർക്ക് വളരെ വളരെ ചുരുക്കം ചില ആളുകൾക്ക് കിട്ടിയാലായി. ഇനി അടുത്ത റൗണ്ടിലേക്ക് കയറുമ്പോ തീരെ കിട്ടൂല. ഈ 0.5 കുറച്ചതേ ഒരു സങ്കടത്തിലാണ് 0.5 കൊടുത്തത്. അതെ അതെ, ആ അമ്പലവും പുഷ്പം കൊണ്ട് വേണ്ടായിരുന്നു, വേണ്ട എന്ന് പറഞ്ഞാൽ മതി. വിഷമം അടുത്തതിൽ തീർക്കണം കേട്ടാ. എസ്തർ കുട്ടിയാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. മാധവ് അങ്കിൾ, യെസ് യു. എസ്തർ കുട്ടി, എന്തോ കുട്ടിക്കുള്ള ഉടുപ്പാണ് ഈ യെസ്, കൺഗ്രാറ്റുലേഷൻസ്. സിംഗറിന്റെ ലിറ്റിൽ സ്റ്റാറിന് മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഉടുപ്പ്. കലക്കി. താങ്ക് യു മാധവ് അങ്കിൾ. ഓക്കെ, താങ്ക് യു മാധവ് അങ്കിൾ. താങ്ക് യു എസ്തർ കുട്ടി. ബൈ. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിലെ പാട്ടും പെർഫോമൻസും ഒക്കെ കണ്ടും കേട്ടും പ്രേക്ഷകരെല്ലാവരും ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.